ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. നവംബർ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ്. അതായത് നവംബർ 1 തൊട്ട് 10 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. 11 തൊട്ട് 17 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 18 to 24 വരെയുള്ള വാർത്തകളാണ് നമ്മൾ ഇനിയായിട്ട് നോക്കാൻ പോകുന്നത്. അയ്യോ, ഞാനിന്ന് പേപ്പർ വായിച്ചിട്ടില്ല, ഞാൻ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, അവർക്ക് എല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത്. അതായത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഇയർലി കറണ്ട് അഫയേഴ്സും നമ്മുടെ ഈ ചാനലിൽ നമ്മളുണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് 18 to 24 വരെയുള്ള വാർത്തകളാണ്. ന്യൂസ് പേപ്പറൊക്കെ നോക്കി എഴുതി ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ലൈന് നോക്കി വായിച്ച് എഴുതി ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്നിവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായാലും ഉപകരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അധികം പറഞ്ഞിട്ട് സമയമൊന്നും കളയുന്നില്ല, വേഗം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാമല്ലേ. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹു ഈസ് ദ ന്യൂ എലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് അമേരിക്ക? അമേരിക്കയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ പ്രസിഡന്റ് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണല്ലേ. അല്ലെ, US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാമത്തെ തരംഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നവംബർ 5 നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 312 ഇലക്ട്രൽ വോട്ടുകൾ നേടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടുള്ള ട്രംപ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒപ്പോസിഷൻ ആരായിരുന്നു? ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമല ഹാരിസ് ആയിരുന്നു അല്ലേ. അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടുള്ള ട്രംപാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായുള്ള കമല ഹാരിസിന് 226 വോട്ടുകൾ നേടാനേ കഴിഞ്ഞുള്ളൂ. 270 വോട്ടുകളാണ് ഭൂരിപക്ഷം നേടാൻ വേണ്ടത്. ജനകീയ വോട്ടിലും ട്രംപ് മുന്നിലെത്തി. 20 വർഷത്തിനിടെ ആദ്യമായാണ് ജനകീയ വോട്ടിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഒന്നാമത് എത്തുന്നത്. സെനറ്റിൽ വ്യക്തമായ ഭൂരിപക്ഷം സ്വന്തമാക്കിയ റിപ്പബ്ലിക്കൻ പാർട്ടി ജനപ്രതിനിധി സഭയിലും മുൻതൂക്കം നേടിയിരുന്നു. 2016-2020 കാലത്ത് പ്രസിഡന്റായിരുന്ന ട്രംപ് 78-ാം വയസ്സിലാണ് വൈറ്റ് ഹൗസിലേക്ക് തിരികെ എത്തുന്നത്. US തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് എന്ന റെക്കോർഡ് ആണിത്. അപ്പോൾ 78-ാം വയസ്സിലാണ് US തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. 78 വയസ്സാണ് അദ്ദേഹത്തിന്. US 47-ാം പ്രസിഡന്റായിട്ട് ട്രംപ് ജനുവരിയിലാണ് സ്ഥാനമേൽക്കാൻ പോകുന്നത്. JD വാൻസ് ആണ് പുതിയ വൈസ് പ്രസിഡന്റ്. ഓക്കെ അല്ലേ. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് എന്നറിയപ്പെട്ടതാണ് ഇക്കുറി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. എന്താ കാരണം വെച്ചാൽ അഭിപ്രായ സർവേകളെ കാറ്റിൽ പറത്തി റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപ് മിന്നും ജയം നേടിയപ്പോൾ അതും ഒരു ചരിത്രമായി മാറിയിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമല ഹാരിസിന് നേരിയ മുൻതൂക്കം എന്നുമൊക്കെയുള്ള വിലയിരുത്തുകളെ US ഒന്നാകെ ആഞ്ഞടിച്ച് ട്രംപ് തരകം കടപുഴകിയിരിക്കുകയാണ്. പോളിംഗിന് എന്നാൽ ഇടിവുണ്ടായിരുന്നു. അതായത് ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും കൊണ്ടുപിടിച്ച് പ്രചാരണം നടത്തിയ തെരഞ്ഞെടുപ്പായിരുന്നെങ്കിലും പോളിംഗ് ശതമാനം 2020-ലെ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറവായിരുന്നു. 64.52% ഇത്തവണത്തെ അവിടുത്തെ പോളിംഗ് എന്ന് പറഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് 66.38%. ഇപ്രാവശ്യം അത് 64.52%. ഇത്തവണ പോളിംഗ് കുറഞ്ഞു അല്ലെ. 45 അമേരിക്കയിലെ 50 സ്റ്റേറ്റുകളിൽ 45 ഇത്തവണ പോളിംഗ് കുറഞ്ഞിരിക്കുകയാണ്. 76.53% രേഖപ്പെടുത്തിയ മിനസോട്ട സ്റ്റേറ്റിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് നടന്നത്. 53.28% ഒക്ലഹോമയാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റ്. ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 5 പ്രധാന വാഗ്ദാനങ്ങളിലൂന്നിയാണ് ട്രംപിന്റെ പ്രചാരണം നടന്നത്. അനധികൃത കുടിയേറ്റം തടയും, വിലക്കയറ്റം നിയന്ത്രിക്കും, പുറംജോലി കരാർ അവസാനിപ്പിച്ച് ഉൽപാദന രംഗം ശക്തമാക്കും, യൂറോപ്പിലും മധ്യപൂർവ്വ ദേശത്തും സമാധാനം ഉറപ്പാക്കും, ഗർഭചിത്രം നിയമവിരുദ്ധമാക്കും തുടങ്ങിയവയാണ് ട്രംപിന്റെ 5 പ്രധാന വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത്. വോട്ടർമാരിൽ വലിയൊരു വിഭാഗത്തിന് ഇവ സ്വീകാര്യമായെന്ന് ഫലം സൂചിപ്പിക്കുന്നു. ഗർഭചിത്രത്തെ എതിർക്കുന്ന നയമായിരുന്നിട്ടും വനിതകളുടെ പിന്തുണ ട്രംപിന് ക്രമേണ വർദ്ധിച്ചു വരികയാണ്. 2016 41% വനിതാ പിന്തുണ 2020 42%, 2024 അത് 45% വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീകളുടെ സപ്പോർട്ടാണ് ട്രംപിന് കൂടുതലും അല്ലെ. അതേസമയം 2020 തെരഞ്ഞെടുപ്പിൽ 57% വനിതകൾ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചെങ്കിലും ഇത്തവണ അത് 53% കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വനിതകളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് കുറയുകയും ട്രംപിന്റെ പാർട്ടിക്ക്, റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വനിതകളുടെ സപ്പോർട്ട് കൂടുകയുമാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. ആ സപ്പോർട്ട് കുറഞ്ഞതാകാം കമല ഹാരിസിന്റെ പരാജയത്തിന് കാരണം എന്ന് പറയുന്നത് വനിതകളുടെ സപ്പോർട്ട് കുറഞ്ഞതും ഒരു കാരണമാവാം.
നമ്മൾ പറഞ്ഞല്ലോ ജനുവരിയിലാണ് ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കാൻ പോകുന്നത്. അപ്പോൾ 78 വയസ്സാണ് അല്ലേ. അപ്പോൾ US ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് മാറുകയാണ്. 42-ാം വയസ്സിൽ പ്രസിഡന്റായ തിയോഡർ റൂസ്വെൽറ്റ് ആണ് പ്രായം കുറഞ്ഞ പ്രസിഡന്റ്. ട്രംപിനൊപ്പം വരുന്ന 40 വയസ്സുള്ള JD വാൻസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 3ാമത്തെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ നമ്മൾ പറഞ്ഞല്ലോ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് JD വാൻസ് ആണ്. എന്നാൽ 40 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ US-ന്റെ 47-ാം പ്രസിഡന്റായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ. ഇനി നമുക്ക് കുറച്ച് US പ്രസിഡൻഷ്യൽ ഫാക്ട്സ് കിടക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ജോർജ് വാഷിങ്ടൺ ആണ്. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ ആണ്. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു പ്രസിഡന്റും ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രതിനിധീകരിക്കാത്ത ഏക പ്രസിഡന്റും അദ്ദേഹമാണ്. പോസ്റ്റേജ് സ്റ്റാമ്പിൽ ഇടം പിടിച്ച ആദ്യ പ്രസിഡന്റും ആരാണ്? അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോർജ് വാഷിങ്ടൺ ആണ്. നമ്മൾ പറഞ്ഞല്ലോ US ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് എന്ന ബഹുമതി ഡൊണാൾഡ് ട്രംപിനാണ് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ നിങ്ങളിപ്പോൾ ഈ ഒരു മാസം, അതായത് നവംബർ മാസത്തിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ജോ ബൈഡൻ എന്നായിരിക്കും വരിക. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജനുവരിയിലായിരിക്കും ജോയിൻ ചെയ്യുക അല്ലേ. ആര്? ഡൊണാൾഡ് ട്രംപ് ജനുവരിയിലാണ് അധികാരം ഏൽക്കുക. അപ്പോൾ ജനുവരി അധികാരം ഏൽക്കുന്നത് വരെ US ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് എന്ന ബഹുമതി നിലവിൽ ആരുടെ പേരിലാണ്? ജോ ബൈഡന്റെ പേരിലാണ്. അദ്ദേഹത്തിന് 78 വയസ്സാണ്. 61 ദിവസമാണ് അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത്. എന്നാൽ 2025 ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിലൂടെ പ്രായത്തിന്റെ കാര്യത്തിൽ റെക്കോർഡ് തകരാൻ പോവുകയാണ്. 78 വയസ്സും 221 ദിവസവുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രായം. അതുകൊണ്ട് തന്നെ US ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് എന്ന ബഹുമതി ഡൊണാൾഡ് ട്രംപ് നേടാൻ പോവുകയാണ്. അപ്പം നമ്മൾ US പ്രസിഡൻഷ്യൽ ഫാക്ട്സ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ജോർജ് വാഷിങ്ടൺ ആണെന്ന് പറഞ്ഞു. ഏറ്റവും പ്രായം കൂടിയത് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് പറഞ്ഞു. ഇനി പ്രായം കുറവ് ആർക്കാണ്? ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ ആ കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞായിരുന്നു തിയോഡർ റൂസ്വെൽറ്റ് ആണ് യുഎസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ്. 1901 പ്രസിഡന്റ് വില്യം മാക്ലിൻലി കൊല്ലപ്പെട്ടപ്പോഴാണ് 42 വയസ്സായിരുന്നു കേട്ടോ. അദ്ദേഹം പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 42 വയസ്സായിരുന്നു. 42 വയസ്സുള്ള റൂസ്വെൽറ്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പ്രസിഡന്റ് ആവുകയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ പ്രസിഡന്റ് ആകുന്ന റെക്കോർഡിന് ഉടമ ജോൺ എഫ് കെന്നഡിയാണ്. അതായത് ഇതെന്താണ്? തിയോഡർ റൂസ്വെൽറ്റ് എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പ്രസിഡന്റ് കൊല്ലപ്പെട്ടതോടുകൂടിയാണ് വൈസ് പ്രസിഡന്റ് ആയത്, അല്ലാതെ എലക്റ്റഡ് പ്രസിഡന്റ് അല്ല. ഇനി എലക്റ്റഡ് പ്രസിഡന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജോൺ എഫ് കെന്നഡിയാണ്. 43 വയസ്സ്. ഓക്കെ. ഇനി ഏറ്റവും കൂടുതൽ തവണ അമേരിക്കൻ പ്രസിഡന്റായ വ്യക്തി എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ തവണ അമേരിക്കൻ പ്രസിഡന്റായ വ്യക്തി എന്ന റെക്കോർഡ് ഉള്ളത്. അതായത് 1933 മുതൽ 1945 വരെ 4 തവണയാണ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് US പ്രസിഡന്റ് ആയിട്ടുള്ളത്. 1951 മുതൽ പ്രസിഡന്റ് പദവിയിലുള്ള ഒരാൾക്ക് 2 തവണ എന്ന നിലയിൽ നിയന്ത്രണവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ അമേരിക്കൻ പ്രസിഡന്റായ വ്യക്തി എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന്റെ പേരിലാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ കാലം US പ്രസിഡന്റ് പദവി വഹിച്ചത് ആരാണ്? വില്യം ഹെൻറി ഹാരിസൺ ആണ്. 32 ദിവസത്തെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. 1841 മാർച്ച് 4 US-ന്റെ 9ാം പ്രസിഡന്റ് ആയിട്ടുള്ള വില്യം ഏപ്രിൽ 4 മരിച്ചു. അപ്പൊ പദവിയിലിരിക്കെ മരിച്ച ആദ്യത്തെ പ്രസിഡന്റും 32 ദിവസം മാത്രം അധികാരത്തിലിരുന്ന പ്രസിഡന്റും ആര് തന്നെയാണ്? വില്യം ഹെൻറി ഹാരിസൺ ആണ്. അപ്പം നമ്മൾ അമേരിക്കയെക്കുറിച്ചും അമേരിക്കൻ പ്രസിഡന്റുമാരെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചല്ലേ. ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം, വിച്ച് കൺട്രി ഹാസ് ബീൻ എലക്റ്റഡ് ആസ് എ പ്രസിഡന്റ്? വീണ്ടും പ്രസിഡന്റ് അല്ലേ. പ്രസിഡന്റ് ഓഫ് ദ ഇന്റർനാഷണൽ സോളാർ അലയൻസ് അൻറ്റിൽ 2026. ISA, ഇന്റർനാഷണൽ സോളാർ അലയൻസ് അൻറ്റിൽ 2026. എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? രാജ്യാന്തര സോളാർ അലയൻസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? അത് ഇന്ത്യയാണ് കേട്ടോ. ഫ്രാൻസിനാണ് ഉപാധ്യക്ഷ പദവി. ഡൽഹിയിൽ നടന്ന 7ാമത് പൊതുസഭയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 2026 വരെയാണ് ഇന്ത്യ അധ്യക്ഷ പദവിയിൽ ഇരിക്കാനായിട്ട് പോകുന്നത് അല്ലെ. സൗരോർജ്ജ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കാനുള്ള രാജ്യാന്തര കൂട്ടായ്മയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. 103 രാഷ്ട്രങ്ങൾ ISAയിലുണ്ട്. ഓക്കെ. ISA എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റർനാഷണൽ സോളാർ അലയൻസ് ആണ്. എത്ര രാഷ്ട്രങ്ങളാണ് അതിലുള്ളത്? 103 രാഷ്ട്രങ്ങളാണ് ISAയിൽ അംഗങ്ങളായിട്ടുള്ളത്. ഡയറക്ടർ ജനറൽ അജയ് മധൂറിന് പിൻഗാമിയായിട്ട് ആശിഷ് ഖന്നയെ അവിടെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഡയറക്ടർ ജനറൽ ഇപ്പോൾ അവിടുത്തെ ആരാണ്? ആശിഷ് ഖന്നയാണ്.
അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, വിച്ച് ടീം കെയിം ഫസ്റ്റ് ഇൻ ദ ICC വേൾഡ് ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ്? രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ICC ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം നഷ്ടമായി. ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ആരാണുള്ളത്? ഓസ്ട്രേലിയയാണ് കേട്ടോ. അപ്പോൾ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം നഷ്ടമായിട്ട് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയയാണ്. ന്യൂസിലൻഡിനെതിരായ 3 മത്സര പരമ്പരയിൽ പരാജയപ്പെട്ട് ഇന്ത്യയെ പിന്തള്ളി ഓസ്ട്രേലിയ ഒന്നാമതായിരിക്കുകയാണ്. ഓസ്ട്രേലിയക്ക് 62.50% പോയിന്റാണുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യക്ക് 58.33% പോയിന്റ് മാത്രമാണുള്ളത്. പോയിന്റ് പട്ടികയിലെ ആദ്യ 2 സ്ഥാനക്കാരാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് യോഗ്യത നേടുന്നത്. അടുത്ത ചോദ്യമാണ് നാലാമത്തെ ചോദ്യം, ഹു ഈസ് ദ ഡയറക്ടർ ഓഫ് ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക്? അതായത് ഉപഗ്രഹ നിരീക്ഷണ കേന്ദ്രമായിട്ടുള്ള ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിന്റെ ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. അത് ഒരു മലയാളിയാണ്. മലയാളി ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ്. ആരാണ്? ഡോക്ടർ AK അനിൽകുമാറാണ്. അപ്പം ഉപഗ്രഹ നിരീക്ഷണ കേന്ദ്രമായിട്ടുള്ള ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിന്റെ ഡയറക്ടറായിട്ട് മലയാളി ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ AK അനിൽകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പാരീസ് ആസ്ഥാനമായിട്ടുള്ള ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റും ബഹിരാകാശ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന പദ്ധതിയായിട്ടുള്ള നേത്ര എന്ന പ്രൊജക്ടിന്റെ ഡയറക്ടറുമാണ് അനിൽകുമാർ. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ഹു വോൺ ദ സെക്കൻഡ് പൊസിഷൻ ഇൻ വേൾഡ് ചെസ് റാങ്കിങ്? അതായത് ലോക ചെസ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനം നേടിയത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? അർജുൻ എരിഗേസി. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ അർജുൻ എരിഗേസി ലോക ചെസ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ്. ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ റഷ്യൻ താരം അലക്സി സരാനയെ തോൽപ്പിച്ചതോടെയാണ് എരിഗേസിയുടെ റാങ്കിംഗ് ഉയർന്നത്. നോർവേയുടെ മാഗ്നസ് കാൾസനാണ് ലോക റാങ്കിങ്ങിൽ ഒന്നാമൻ. 21-കാരനായ അർജുന്റെ കരിയറിലെ ഏറ്റവും മികച്ച റാങ്കിംഗ് ആണിത്. ഇലോ റേറ്റിംഗിൽ വിശ്വനാഥൻ ആനന്ദിന് ശേഷം 2800 പോയിന്റ് പിന്നിടുന്ന ഇന്ത്യൻ താരം കൂടിയാണ് അർജുൻ. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, ഹു വോൺ ദ സാഫ് വിമൻസ് ചാമ്പ്യൻഷിപ്പ് 2024 ടൈറ്റിൽ? ഹു വോൺ ദ സാഫ് വിമൻസ് ചാമ്പ്യൻഷിപ്പ് 2024 ടൈറ്റിൽ? റൈറ്റ് ആൻസർ ഈസ് ബംഗ്ലാദേശ്. എന്താണ് സാഫ് എന്ന് പറയുമ്പോൾ? എന്താണ് സാഫ് വിമൻസ് ചാമ്പ്യൻഷിപ്പ്? സാഫ് എന്ന് പറയുമ്പോൾ സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ വിമൻസ് കപ്പാണ്. സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ വുമൻസ് കപ്പ്. ഇറ്റ് ഇസ് എ കോമ്പറ്റീഷൻ ഫോർ വിമൻസ് നാഷണൽ ഫുട്ബോൾ ടീംസ് ഗവേൺ ബൈ ദ സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ബംഗ്ലാദേശ് വോൺ ദ സാഫ് വിമൻസ് ചാമ്പ്യൻഷിപ്പ് 2024 ടൈറ്റിൽ അല്ലേ? ബംഗ്ലാദേശിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ധാക്കയാണ് അല്ലേ? ഔദ്യോഗിക ഭാഷ ബംഗാളിയാണ്. ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവയാണ്. ദേശീയ പക്ഷി വണ്ണാത്തിപ്പുള്ളാണ്. ദേശീയ പുഷ്പം വെള്ള ആമ്പലാണ്. ദേശീയ വിനോദം കബഡിയാണ്. ദേശീയ ഫലം ചക്കയാണ്. ഓക്കെ. നദികളുടെയും കൈവഴികളുടെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. നദികളുടെയും കൈവഴികളുടെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം അത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബംഗ്ലാദേശാണ്. കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ട രാജ്യമാണ് ബംഗ്ലാദേശ്. കിഴക്കൻ പാകിസ്ഥാൻ കേട്ടോ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ രാജ്യമാണ് ബംഗ്ലാദേശ്. ചിറ്റഗോങ് തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശ് സ്വതന്ത്ര രാജ്യമായത് 1971 മാർച്ച് 26-നാണ്. ബംഗ്ലാദേശ് രൂപീകരണത്തിന് പിന്തുണ നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ആരാണ്? ഷെയ്ഖ് മുജിബുർ റഹ്മാനാണ്. ഷെയ്ഖ് മുജിബുർ റഹ്മാൻ എങ്ങനെയും അറിയപ്പെടുന്നുണ്ട്? ബംഗബന്ധു എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ബംഗാൾ, അസം, മേഘാലയ, ത്രിപുര, മിസോറാം അല്ലെ? ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ബംഗാൾ, അസം, മേഘാലയ, ത്രിപുര, മിസോറാം. ബംഗ്ലാദേശുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏത് പറയും? ബംഗാളാണോ, അസമാണോ, മേഘാലയയാണോ, ത്രിപുരയാണോ, മിസോറാം ആണോ? ബംഗാളാണ് കേട്ടോ. ബംഗ്ലാദേശുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ബംഗാളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ബംഗാൾ, അസം, മേഘാലയ, ത്രിപുര, മിസോറാം. അതില് ബംഗ്ലാദേശുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ബംഗാളാണ് അല്ലേ?
ഒരു 9 കൊല്ലം മുന്നേ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു രാജ്യാതിർത്തി കരാർ ഒപ്പുവെച്ചിരുന്നു അല്ലെ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമാണ് അതിൽ ഒപ്പുവെച്ചത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ രാജ്യാതിർത്തി കരാർ നിലവിൽ വന്നത് 2015 ജൂലൈ 31-നാണ്. 2015 ജൂലൈ 31-നാണ്. ഈ കരാർ പ്രകാരം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള കരാതിർത്തി എന്ന് പറയുന്നത് 4096.7 കിലോമീറ്റർ ആണ്. അടുത്ത ചോദ്യമാണ് 7ാമത്തെ ചോദ്യം. വേർ വാസ് ദ ഫസ്റ്റ് ഏഷ്യൻ ബുദ്ധിസ്റ്റ് സമ്മിറ്റ് ഹെൽഡ്? ABS എന്ന് പറയുമ്പോൾ എന്താണ്? ഏഷ്യൻ ബുദ്ധിസ്റ്റ് സമ്മിറ്റ് ആണ് അല്ലെ. വേർ വാസ് ദ ഫസ്റ്റ് ഏഷ്യൻ ബുദ്ധിസ്റ്റ് സമ്മിറ്റ് ഹെൽഡ്? എവിടെയാണ് ആദ്യത്തെ ഏഷ്യൻ ബുദ്ധിസ്റ്റ് സമ്മിറ്റ് നടന്നത്? എവിടെയാണ് എന്നാണ് ചോദ്യം. എവിടെയാണത്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി എന്തൊക്കെയാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്? ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച നഗരം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച നഗരം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യ ഫുഡ് ബാങ്ക് ആരംഭിച്ച നഗരം ന്യൂഡൽഹിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലായിട്ടുള്ള തീഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന നഗരവും ന്യൂഡൽഹി തന്നെയാണ്. അപ്പോൾ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച നഗരം, ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച നഗരം, ആദ്യ ഫുഡ് ബാങ്ക് ആരംഭിച്ച നഗരം, ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലായിട്ടുള്ള തീഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന നഗരവും ഏത് തന്നെയാണ്? ഒരുപാട് ചോദ്യങ്ങളാണ്, ഒറ്റ ഉത്തരമേ ഉള്ളൂ, ന്യൂഡൽഹി. അടുത്ത ചോദ്യം 8ാമത്തെ ചോദ്യം. മെലൂരി വാസ് ഡിക്ലെയർഡ് ദ 17th ഡിസ്ട്രിക്ട് ഓഫ് വിച്ച് സ്റ്റേറ്റ്? മെലൂരി വാസ് ഡിക്ലെയർഡ് ദ 17th ഡിസ്ട്രിക്ട് ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഏത് സംസ്ഥാനത്തിന്റെ 17ാം ജില്ലയായിട്ടാണ് മെലൂരി എന്നുള്ള ജില്ല വന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സംസ്ഥാനത്തിന്റെയാണ്? നാഗാലാൻഡിന്റെ 17ാമത്തെ ജില്ലയായിട്ട് ഏതാണ് വന്നിട്ടുള്ളത്? മെലൂരി വാസ് ഡിക്ലെയർഡ് ദ 17th ഡിസ്ട്രിക്ട് ഓഫ് നാഗാലാൻഡ്. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഫാൽക്കൻ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനം. ഫാൽക്കൻ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനമാണ് നാഗാലാൻഡ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ നെഗറ്റീവ് ജനസംഖ്യ വളർച്ചാ നിരക്ക് കൈവരിച്ച ഏക സംസ്ഥാനം അത് നാഗാലാൻഡാണ്. നാഗാലാൻഡിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. നാഗാലാൻഡ് അതിർത്തി പങ്കിടുന്ന ഏക അയൽരാജ്യം ഏതാണ്? മ്യാൻമർ ആണ്. ദിമാപൂർ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാഗാലാൻഡാണ് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനം നിലവിലില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഗാലാൻഡാണ്. ഇന്ത്യയിലെ ആദ്യ ഹരിത വില്ലേജ് ഏതാണെന്ന് അറിയുമോ? ഗൊനോമയാണ്. അത് നാഗാലാൻഡിലാണ്. അപ്പൊ നിലവിൽ വന്നത് 1963 ഡിസംബർ 1-നാണ്. തലസ്ഥാനം കൊഹിമയാണ്. മൃഗം കാളയാണ്. മിഥുൻ എന്നാണ് അവിടുത്തെ കാളയുടെ പേര് കേട്ടോ. മിഥുൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. നാഗാലാൻഡിന്റെ പ്രധാന ആഘോഷമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ, അതായത് വേഴാമ്പൽ ഫെസ്റ്റിവൽ. 2020 ത്രിപുരയിലും ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ആഘോഷമാണ് ഇത് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. നാഗാലാൻഡിന്റെ പ്രധാന ആഘോഷമാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ സ്മരണയ്ക്കായുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡിലാണ്, കൊഹിമയിലാണ്. നാഗാലാൻഡിന്റെ തലസ്ഥാനമാണ് കൊഹിമ. അവിടെയാണ് 2ാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ സ്മരണയ്ക്കായുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ആസാം റൈഫിൾസിന്റെ നേതൃത്വത്തിൽ യുദ്ധസ്മാരകം നിലവിലുന്ന സംസ്ഥാനവും ഏത് തന്നെയാണ്? നാഗാലാൻഡ് തന്നെയാണ്. 9ാമത്തെ ചോദ്യം. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് നാഷണൽ ക്യാൻസർ അവയർനെസ് ഡേ? Which day is observed as National Cancer Awareness Day? The right answer is November 7th. അതിന്റെ തീം എന്താണ്? What was the theme for this year's National Cancer Awareness Day? എന്താണ് തീം? ഫൈറ്റ് ക്യാൻസർ വിത്ത് ഹോപ്പ് ആൻഡ് ഹാർട്ട്. അപ്പോൾ നവംബർ 7 നാഷണൽ ക്യാൻസർ അവയർനെസ് ഡേ. അതിന്റെ തീം എന്ന് പറയുന്നത് ഫൈറ്റ് ക്യാൻസർ വിത്ത് ഹോപ്പ് ആൻഡ് ഹാർട്ട് എന്നാണ്. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. ഹു വോൺ ദ ബലോൺ ദിയോർ അവാർഡ് ഫോർ ദ വേൾഡ് ബെസ്റ്റ് ഫീമെയിൽ ഫുട്ബോളർ for the second time in a row in 2024? അതായത് ലോകത്തെ മികച്ച വനിതാ ഫുട്ബോളർക്കുള്ള ബലോൺ ദിയോർ പുരസ്കാരം തുടർച്ചയായി 2ാം തവണ നേടുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ഐറ്റാന ബോൺമെറ്റി. ലോകത്തെ മികച്ച വനിതാ ഫുട്ബോളർക്കുള്ള ബലോൺ ദിയോർ പുരസ്കാരം തുടർച്ചയായി 2ാം തവണ നേടുന്നത് സ്പെയിനിന്റെ ഐറ്റാന ബോൺമെറ്റിയാണ്. വനിതാ ലോകകപ്പ് കിരീടമുയർത്തിയ സ്പാനിഷ് ടീമിലെ കരുത്തയായ മിഡ്ഫീൽഡറാണ് ഐറ്റാന. ബാർസിലോണയുടെ വനിതാ ടീം ചാമ്പ്യൻസ് ലീഗിലും സ്പാനിഷ് ലീഗിലും കിരീടം നിലനിർത്തിയതിന് പിന്നിലും ഐറ്റാനയുടെ മികവുണ്ട്. ബലോൺ ദിയോറിന് പുറമെ ഫിഫ ദ ബെസ്റ്റ് ബഹുമതിയും കായിക ഓസ്കാറായിട്ടുള്ള ലോറസ് പുരസ്കാരവും ഇതിനകം 26കാരി നേടിക്കഴിഞ്ഞു. ഐറ്റാന ബോൺമെറ്റി എത്ര വയസ്സുകാരിയാണ്? 26 വയസ്സാണ് പ്രായം.
എന്താണ് ഈ ബലോൺ ദിയോർ പുരസ്കാരം എന്ന് പറയുമ്പോൾ എന്താണ്? മികച്ച ലോക ഫുട്ബോളർക്കായി ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ ഏർപ്പെടുത്തിയിട്ടുള്ള വിഖ്യാത പുരസ്കാരമാണ് ബലോൺ ദിയോർ പുരസ്കാരം എന്ന് പറയുന്നത്. സ്വർണ്ണപ്പന്ത് എന്നാണ് ബലോൺ ദിയോർ എന്ന ഫ്രഞ്ച് വാക്കിന്റെ അർത്ഥം. സ്വർണ്ണപ്പന്ത്. അപ്പോൾ ഫുട്ബോളിന്റെ സ്വർണ്ണപ്പന്ത് പുരസ്കാരമാണ് ഇത് ബലോൺ ദിയോർ പുരസ്കാരം അല്ലെ. ഫുട്ബോളറും മാഗസിൻ എഡിറ്ററുമായിട്ടുള്ള ഗബ്രിയേൽ ഹാനോട്ടാണ് ഈ പുരസ്കാരത്തിന്റെ ഉപജ്ഞാതാവ്. ഇംഗ്ലീഷ് ക്ലബ്ബ് ബ്ലാക്ക്പൂൾ താരമായിട്ടുള്ള സർ സ്റ്റാൻലി മാത്യൂസ് ആണ് 1956 പ്രഥമ ബലോൺ ദിയോർ പുരസ്കാരം നേടിയിട്ടുള്ളത്. അർജന്റീന ഇതിഹാസം ലയണൽ മെസ്സിയുടെ പേരിലാണ് ഏറ്റവും അധികം ബലോൺ ദിയോർ പുരസ്കാരം ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ നവംബർ മാസത്തിലെ 3-ാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നവംബർ 18 തൊട്ട് 24 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ളൊരു വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.